നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ മദ്യലഹരിയിൽ പരാക്രമണം നടത്തിയ കേസിൽ മുഖ്യപ്രതിക്കായി ലുക്കൌട്ട് നോട്ടീസ് ഇറക്കി. കണ്ണൂർ സ്വദേശി സന്തോഷിനെതിരെ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കുകയായിരുന്നു. വിമാന കമ്പനി ജീവനക്കാരിയോട് മോശമായി പെരുമാറിയ 3 പേർക്കെതിരെ കേസെടുത്തു. 2 പേരെ ജാമ്യത്തിൽ വിട്ടയച്ചിരുന്നു. മദ്യലഹരിയിൽ ഇരുമ്പ് ദണ്ഡുമായി എത്തി 1 മണിക്കൂറോളം വിമാനത്താവളത്തിൽ ഇയാൾ പരാക്രമം നടത്തുകയായിരുന്നു. ദൃശ്യങ്ങൾ സഹിതം റിപ്പോർട്ടറാണ് ഈ വാർത്ത പുറത്തുകൊണ്ടുവന്നത്. വീഡിയോ റെക്കോർഡ് ഈ ചൂടത്ത് ഇവിടെ നിന്നിട്ട് ഇവിടെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നില്ല. ഈ പുള്ളി റെക്കോർഡ് ചെയ്യില്ല. ഇവിടെ വീഡിയോ റെക്കോർഡ് ചെയ്യില്ല. ഇവിടെ ഡ്യൂട്ടിയിലല്ലേ, ഇവിടെ ഡ്യൂട്ടിയിലല്ലേ, ഇവരുടെ പേഴ്സണൽ. ലേബി സുരേന്ദ്രൻ വിവരങ്ങളുമായി. ലേബി, ഇപ്പോൾ പ്രതിക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കുന്നു. നേരത്തെ തന്നെ ഇതിൽ പെൺകുട്ടി പരാതി നൽകിയപ്പോൾ പിന്തിരിപ്പിക്കാൻ പോലീസ് ശ്രമിച്ചു എന്നടക്കമുള്ള വിവരങ്ങൾ പുറത്തു വന്നതാണ്. അതിനുശേഷം പ്രതി ചേർക്കുന്ന ഘട്ടത്തിലും ഒരാളെ ഒഴിവാക്കി ബാക്കിയുള്ളവരെ പ്രതികളാക്കുന്നു. ഇപ്പോൾ അയാൾക്കായി ഇപ്പോൾ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കേണ്ടി വന്നിരിക്കുന്നു. നമ്മൾ കൊടുത്ത വാർത്തയിൽ തുടർ നടപടിയിലേക്ക് കടക്കുകയാണ് അല്ലേ? തീർച്ചയായും നമ്മൾ കൊടുത്ത വാർത്തയെ തുടർന്നാണ് പോലീസ് കേസ് എടുക്കാൻ തയ്യാറായത്. എന്നിട്ട് പോലും ഒരു പ്രതിയെ മാത്രം എഫ്ഐആറിൽ ഉൾപ്പെടുത്തുകയാണ് ചെയ്തത്. കണ്ണൂർ സ്വദേശി സന്തോഷ്. ഇയാൾക്കെതിരെയാണ് ഇപ്പോൾ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ആ സമയമെല്ലാം നമ്മളിത് വാർത്തയാക്കിയിരുന്നു. 2 പേർക്കെതിരെ പോലീസ് കേസെടുക്കാൻ ആദ്യം തയ്യാറായിരുന്നില്ല. പെൺകുട്ടി ഈ കേസിന് പിന്നാലെ നിരന്തരമായി അതിന് പിന്നാലെ പോലീസിനെ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങി നടക്കുകയും നമ്മൾ ആ വാർത്ത നിരന്തരം കൊടുക്കുകയും ചെയ്തതിനെ തുടർന്നാണ് പോലീസ് ഒരു നടപടിയിലേക്ക് പോലും കടന്നത്. ആദ്യം CJP സമരത്തെ നേരിടാനായി കേരള പോലീസ് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നു എന്ന വ്യാജേന, കേരള പോലീസ് എന്ന വ്യാജേനയാണ് ഈ 3 യുവാക്കൾ മദ്യലഹരിയിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പരാക്രമം നടത്തിയത്. അർദ്ധരാത്രിയോടുകൂടി 11 മണി മുതൽ ഇവർ 1 മണിക്കൂറോളം വിമാന കമ്പനി ജീവനക്കാരിയായ പെൺകുട്ടിയോട് മോശമായ രീതിയിൽ, ലൈംഗിക ചുവയോടെ, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ ഈ പെൺകുട്ടിയെ അങ്ങേയറ്റം, ഈ പെൺകുട്ടിയെ അപമാനിക്കുന്ന രീതിയിലാണ് ഇവർ അസഭ്യവർഷം ചൊരിഞ്ഞത്. എന്നിട്ട് ആ പെൺകുട്ടി അപ്പോൾ തന്നെ, വളരെ മിടുക്കിയായ പെൺകുട്ടി, ആ പെൺകുട്ടി അപ്പോൾ തന്നെ പോലീസിൽ അവിടെ ഹെഡ് പോസ്റ്റിൽ പരാതിപ്പെടാൻ ശ്രമിച്ചു. അപ്പോൾ പ്രതികൾ പ്രബലരെന്നുള്ള ഒരു മറുപടിയാണ് ലഭിച്ചത്. എന്നിട്ടും നെടുമ്പാശ്ശേരിയിൽ എത്തി ആ പരാതി കൊടുക്കുന്നു. പിന്നീടും ആ പരാതിയെ പിന്തുടർന്ന് നടപടിക്കായി ഇങ്ങനെ നിയമ പോരാട്ടം തുടരുന്നതിനിടയിലാണ് ഇപ്പോൾ ലുക്കൌട്ട് നോട്ടീസ് മുഖ്യപ്രതിക്കായി നടത്തിയിരിക്കുന്നത്. മുഖ്യപ്രതി എന്ന് പറയുന്നത് കണ്ണൂർ സ്വദേശി സന്തോഷാണ്. ഇയാൾ തൊട്ട് അടുത്ത ദിവസം തന്നെ, ആ കേസ് അന്ന് പോലീസ് എടുത്തിരുന്നെങ്കിൽ ഇയാൾ വിദേശത്തേക്ക് കിടക്കുകയില്ലായിരുന്നു. ഇയാൾ ഇപ്പോൾ അയർലൻഡിലാണ് എന്നുള്ള മറുപടിയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നത്. അന്ന് തന്നെ കേസ് എടുത്തിരുന്നെങ്കിൽ ഇയാൾ രാജ്യം വിട്ട് പോവുകയില്ലായിരുന്നു. ഏതായാലും അത്ര മോശമായിട്ടാണ് 1 മണിക്കൂറോളം നേരം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിനുള്ളിൽ മദ്യലഹരിയിൽ ഇവർ പരാക്രമം കാണിച്ചത്. അത് മാത്രമല്ല, യാത്രക്കാരുടെ സ്വാസ്ഥ്യം കെടുത്തുന്ന രീതിയിൽ അത്ര നേരവും, അതുമാത്രം ഇവരുടെ CSFകാർ ഇവരെ പരിശോധിച്ചപ്പോൾ ഇരുമ്പ് ദണ്ടുകൾ ഇവരുടെ ബാഗിൽ നിന്ന് പിടികൂടിയിരുന്നു. ഇവർ എങ്ങോട്ട് പോകുന്നു, ഏതാണ് ഇവരുടെ ഐഡന്റിറ്റി എന്നൊന്നും അന്ന് അവിടെ ആരും CSFോ വിമാനത്താവള അധികൃതരോ പോലീസോ ഒന്നും തിരക്കിയില്ല എന്നുള്ളതാണ് ഖേദകരമായ കാര്യം. ഏതായാലും നമ്മൾ ആ വാർത്ത നിരന്തരം പിന്തുടരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അതേ തുടർന്നാണ് ലുക്കൌട്ട് നോട്ടീസ് മുഖ്യപ്രതിക്കായി പുറപ്പെടുവിച്ചിരിക്കുന്നത്. മറ്റ് 2 പ്രതികൾ ഇവിടെ വന്ന് ജാമ്യത്തിൽ പോവുകയും ചെയ്തു. സ്മൃതി. ശരി, ലേബി സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.